Hi dears, today we are discussing the Indian drama film Charulata written and directed by Satyajit Ray. ചാരുലത എന്ന നാടകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നാടകമാണ്, അതോടൊപ്പം തന്നെ ഒരു ഫിലിമാണ്. ആൻഡ് ഇറ്റ് വാസ് ഡയറക്റ്റഡ് ആൻഡ് റിട്ടൺ ബൈ സത്യജിത്ത് റേ ഇൻ 1964 1964 അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത, സംവിധാനം ചെയ്ത ഒരു ഫിലിമാണ്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ രവീന്ദ്രനാഥ് ടാഗോർസ് നോവൽ നസ്റ്റാറിച്ച് ആൻഡ് ദ മീനിങ് ഈസ് ദ ബ്രോക്കൺ നെസ്റ്റ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നസ്റ്റാറിച്ച് എന്ന നോവലിനെ ബേസ് ചെയ്തുള്ള ഒരു ഫിലിമാണ്. ആ നസ്റ്റാറിച്ച് എന്ന ആ വാക്കിൻ്റെ മീനിങ് ദ ബ്രോക്കൺ നെസ്റ്റ് എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് ലിസ്റ്റഡ് എമംഗ് ഹിസ് ഗ്രേറ്റസ്റ്റ് ഫിലിംസ്. സത്യജിത്ത് റേയുടെ സിനിമകളിൽ ശ്രേഷ്ഠമായ ഒന്നായി ഈ ചാരുലത കണക്കാക്കപ്പെടുന്നു. ചാരുലത എന്ന വാക്കിൻ്റെ മീനിങ് ദ ബ്യൂട്ടിഫുൾ പ്ലാന്റ് ഓർ ദ ബ്യൂട്ടിഫുൾ ക്രീപ്പർ എന്നാണ്. ചാരുലത മീൻസ് ബ്യൂട്ടിഫുൾ ക്രീപ്പർ. ക്രീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റൊരു മരത്തിൽ പടർന്ന് കയറുന്ന ഒരു വള്ളിച്ചെടി, അതാണ് ക്രീപ്പർ. ഇവിടെ ഷീസ് ഡിപ്പെൻഡൻറ്റ്, ആ ഒരു അർത്ഥത്തിലാണ് ആ ഒരു വാക്ക് സൂചിപ്പിക്കുന്നത്. ദെൻ ദ സ്റ്റോറി ഈസ് സെറ്റ് ഇൻ കൽക്കട്ട ഇൻ 1879. 1879 കൽക്കട്ട ബേസ്ഡ് ആയിട്ടുള്ള, കൽക്കട്ട ബാക്ക്ഗ്രൗണ്ട് ആക്കിയ ഒരു നോവലാണിത്. ആൻഡ് ദ സ്റ്റോറി സെൻറ്റേഴ്സ് അറൗണ്ട് ചാരുലത, ദ ഇൻ്റലിജൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ വൈഫ് ഓഫ് ഭൂപതി. ഭൂപതിയുടെ ഭാര്യയാണ്, സുന്ദരിയായ വളരെ ബുദ്ധിമതിയായ ഭാര്യ ചാരുലത എന്ന പെൺകുട്ടിയാണ്. ആൻഡ് ഹി ഈസ് ദി എഡിറ്റർ ആൻഡ് പബ്ലിഷർ ഓഫ് എ പൊളിറ്റിക്കൽ ന്യൂസ് പേപ്പർ. ഭൂപതി ഒരു പൊളിറ്റിക്കൽ ന്യൂസ് പേപ്പറിൻ്റെ പബ്ലിഷറാണ്, അതോടൊപ്പം തന്നെ എഡിറ്ററുമാണ്. ഇതിൽ ചാരുലതയുടെ റോള് ചെയ്തിരിക്കുന്നത് മധുബ മുഖർജിയാണ്. അതേപോലെ തന്നെ ഭൂപതി എന്ന റോള് ചെയ്തിരിക്കുന്നത് സൈലിൻ മുഖർജി. ദെൻ ഭൂപതി ഈസ് ആൻ അപ്പർ ക്ലാസ് ബംഗാളി ഇൻ്റലക്ച്വൽ വിത്ത് ഡീപ്പ് ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്. ഭൂപതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു, ഒരു പൊളിറ്റിക്കൽ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററാണ്, അതോടൊപ്പം തന്നെ പബ്ലിഷറാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഹീ ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്. ഫ്രീഡം മൂവ്മെൻറ്റിലൊക്കെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലൊക്കെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഭൂപതി. ഭൂപതി's wife ചാരുലത ഓർ ചാരു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് പോയട്രി. നമ്മൾ പറഞ്ഞു ചാരുലത ഷീ ഈസ് വെരി ഇൻ്റലിജൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ, വളരെ സുന്ദരിയാണ്, അതോടൊപ്പം തന്നെ ബുദ്ധിമതിയാണ്. ചാരുലത അവളെ ഷോർട്ടാക്കി ചാരു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ചാരുവിന് സാഹിത്യത്തിലും കലയിലും അതേപോലെ തന്നെ കവിതയിലും ഒക്കെ ഒരുപാട് താല്പര്യമുള്ള പെൺകുട്ടിയാണ്. ആൻഡ് ഭൂപതി ലവ്സ് ഹെർ ബട്ട് ഹാസ് നോ ടൈം ടു സ്പെൻഡ് വിത്ത് ഹെർ. ഭൂപതിക്ക് അവളെ വളരെ ഇഷ്ടമാണ്, പക്ഷേ അവളോടൊപ്പം ചെലവഴിക്കാനുള്ള സമയം അദ്ദേഹത്തിനില്ല. നമ്മൾ പറഞ്ഞു അദ്ദേഹം രാഷ്ട്രീയമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതോടൊപ്പം തന്നെ എഡിറ്ററും പബ്ലിഷറും ഒക്കെയാണ്. സോ ഹി ഹാസ് നോ ടൈം ടു സ്പെൻഡ് വിത്ത് ഹെർ വൈഫ്. So he has no time to spend with her. She has a lot of servants and so she has nothing to do in the house. അവൾക്ക് ധാരാളം വേലക്കാരുണ്ട്, നല്ല സമ്പന്നമായ കുടുംബത്തിലാണ്, അതുകൊണ്ട് ധാരാളം വേലക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ വീട്ടിൽ യാതൊരു ജോലിയും എടുക്കണ്ട. അങ്ങനെ ആ ഒരു ബോറിംഗ് ടൈമായി മാറുന്നു അവൾക്ക് വീടെന്നുള്ളത്. So she has nothing to do in the house. Bhupati realizes her boredom and so invites Charu's elder brother Ummapada and his wife. ചാരുവിൻ്റെ എൽഡർ ബ്രദറായ ഉമ്മപാദനും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ക്ഷണിക്കുന്നു. അതായത് ചാരുവിനൊരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട്. ചാരുലതയ്ക്ക് വീട്ടിൽ ജോലിയൊന്നുമില്ല, അതുമാത്രമല്ല കുറേ വേലക്കാരുണ്ട്, അതുകൊണ്ട് അവർക്കൊരു കമ്പനി കൊടുക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ചാരുലതയുടെ സഹോദരനെ ക്ഷണിക്കുന്നു. Ummapada and his wife Manda came there and they began to live with them. ചാരുവിൻ്റെ എൽഡർ സഹോദരനാണ്, മൂത്ത സഹോദരനാണ് ഉമ്മപാദ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മാൻഡ. അവർ രണ്ടുപേരും ഇവരോടൊപ്പം താമസിക്കാൻ വേണ്ടി വരുന്നു. ആൻഡ് ഉമ്മപാദ ഹെൽപ്സ് ഇൻ റണ്ണിങ് ദ മാഗസിൻ ആൻഡ് ദ പ്രിൻറ്റിംഗ് പ്രസ്. ഉമ്മപാദൻ നമ്മുടെ ഭൂപതിയെ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ സഹായിക്കുന്നു, അതോടൊപ്പം തന്നെ മാഗസിനും അതിൻ്റെ എഡിറ്റിങ്ങും പബ്ലിഷിങ്ങുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് സഹായമായി ഉമ്മപാദൻ മാറുന്നു. ആൻഡ് മാൻഡ ഈസ് സില്ലി ആൻഡ് ക്രീഡ് ഇൻ ഹെർ വേസ്
who cannot keep in company with Charulata, who is intelligent and sensitive. മാൻഡയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂക്കഡാണ്, അതോടൊപ്പം തന്നെ വളരെ സില്ലികളാണ്, വെറുതെ എന്താണ് കലവില കൂടുന്ന പോലത്തെ ഒരു ടൈപ്പാണ്. അതേസമയം ചാരുലത ഹൈ ഇൻ്റലിജൻ്റ് ആണ്, അതേപോലെ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ മാൻഡയുടെ സാമീപ്യം ചാരുലത ആഗ്രഹിക്കുന്നില്ല, അത്രത്തോളം അവർ തമ്മിലൊരു ബന്ധം വരുന്നില്ല. പക്ഷേ ഭൂപതിയെ ഉമ്മപാദൻ സഹായിക്കുന്നു. ആൻഡ് ഭൂപതീസ് യങ്ങർ കസിൻ അമൽ കംസ് ടു വിസിറ്റ് ദെയർ ഹൗസ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഭൂപതിയുടെ കസിൻ ആയ അമൽ ആ വീട്ടിലേക്ക് അവരെ കാണാനെത്തുന്നു. ആൻഡ് ഭൂപതി ആസ് ഹിം ടു ഗിവ് എ കമ്പനി ടു ചാരുലത. ഈ സമയത്ത് ഭൂപതി ആവശ്യപ്പെടുന്നു, ചാരുലത എന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വളരെയധികം വിരസത അനുഭവിക്കുകയാണ്. ആ സമയത്ത് അമലിനോട് പറയുന്നു, നീ അവൾക്കൊരു കമ്പനി കൊടുക്കണമെന്ന് പറയുന്നു. ആൻഡ് അമൽ ഈസ് ദ സെയിം ഏജ് ഓഫ് ചാരു ആൻഡ് ഈസ് ഹാൻസം ആൻഡ് യങ്. ചാരുലതയുടെ അതേ സെയിം ഏജാണ്, അതേപോലെ തന്നെ സുന്ദരനാണ്, ചെറുപ്പക്കാരനാണ്, നല്ല സുന്ദരനായ അമൽ. ആൻഡ് ഹീ ഈസ് ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ പോയട്രി ജസ്റ്റ് ലൈക്ക് ചാരു ആൻഡ് ഷെയർസ് ഐഡിയാസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചാരുലത ആർട്ട്, പോയട്രി അങ്ങനെയുള്ള കാര്യങ്ങളിൽ, ലിറ്ററേച്ചർ ഇതിലൊക്കെ താല്പര്യമുള്ള പെൺകുട്ടിയാണ്. അങ്ങനെയുള്ള ചാരുലതയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് അമലിനും. അവനും ഒരു കവിയെന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതായത് ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതി അങ്ങനെ ആ കവിതയിൽ താല്പര്യമുള്ള അമൽ, അവർ രണ്ടുപേരും ഈ കവിതയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ കൈമാറുന്നു, ആ ചർച്ചകളിലേക്ക് നീങ്ങുന്നു. ആൻഡ് ആൻ ഇൻറ്റിമസി ഡെവലപ്സ് ബിറ്റ്വീൻ ചാരുലത ആൻഡ് അമൽ. അങ്ങനെ രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരേ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിൽ രണ്ടുപേരും താല്പര്യപ്പെടുകയും ചെയ്യുന്നതിലൂടെ അവർ തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസി, ആ ഒരു ഇഷ്ടം വർദ്ധിക്കുന്നു. ആൻഡ് ഷീ പബ്ലിഷസ് എ ഷോർട്ട് സ്റ്റോറി ഓഫ് ഹെർ ഓൺ വിതൗട്ട് അമൻസ് നോളജ്, ഫോളോയിങ് ഹിസ് പബ്ലിക്കേഷൻ ഓഫ് എ പോം ദാറ്റ് ഷീ ഹാസ് ഫോർബിഡൻ ഹിം ഫ്രം ഗെറ്റിംഗ് പബ്ലിഷ്ഡ്. ഈ സമയത്ത് അമൻ ഒരു കവിത പബ്ലിഷ് ചെയ്യുന്നു. ഇവള് പബ്ലിഷ് ചെയ്യണ്ട എന്ന് പറഞ്ഞ ഒരു കവിത അമൻ പബ്ലിഷ് ചെയ്യുന്നു. അതേ തുടർന്ന് ചാരുലത ഒരു ഷോർട്ട് സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നു. ആൻഡ് ഹീ റിയലൈസസ് ദാറ്റ് ചാരുലത ഈസ് ഇൻ ലവ് വിത്ത് ഹിം ബട്ട് ഹീ ഫീൽസ് ഗിൽറ്റ് ഓഫ് ഹിം. ഈ സമയത്ത് അവൻ മനസ്സിലാക്കുന്നു ചാരുലതയ്ക്ക് അവനോട് പ്രണയമാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അമലിന് ഈ സമയത്ത് ഒരു കുറ്റബോധം തോന്നുന്നു. കാരണം നമ്മൾ പറഞ്ഞു ഭൂപതിയുടെ കസിനാണ് അമൽ. ഈ സമയത്ത് അവന് ഒരു കുറ്റബോധം തോന്നുന്നു, തൻ്റെ റിലേറ്റീവായ ഭൂപതിയെ ചതിക്കുകയാണ് എന്നുള്ള ആ ഒരു തോന്നൽ അമലിന് വരുന്നു. ചാരുലതാസ് ബ്രദർ ആൻഡ് സിസ്റ്റർ ഇൻ ലോസ് വിൻഡിൽ ഭൂപതി ഓഫ് ഹിസ് മണി ആൻഡ് റൺ അവേ. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ചാരുലതയുടെ എൽഡർ ബ്രദറായ ഉമ്മപാദനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മാൻഡയും ഇവൾക്ക് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഭൂപതി കൂട്ടിയത്. പക്ഷേ ഇവർ ഭൂപതിയുടെ കുറച്ച് പൈസയുമായിട്ട് അവിടുന്ന് അടിച്ചു മാറ്റി പോകുന്നു. ആൻഡ് ഇറ്റ് ഡിസ്ട്രോയ്സ് ഭൂപതീസ് ന്യൂസ് പേപ്പർ ആൻഡ് പ്രസ്. ആ ഒരു സാമ്പത്തിക പരാജയം അദ്ദേഹത്തിൻ്റെ ആ ഒരു പബ്ലിക്കേഷനെ ബാധിക്കുന്നു, ന്യൂസ് പേപ്പറിനെ, അതോടൊപ്പം തന്നെ ആ പ്രസ്സിൻ്റെ നടത്തിപ്പിനെയൊക്കെ ബാധിക്കുന്നു. വലിയൊരു സാമ്പത്തികമായ ഒരു നഷ്ടം അവിടെ സംഭവിക്കുന്നു. ആൻഡ് ഭൂപതി റിവീൽസ് ദിസ് ഹാർട്ട് ടു അമൽ ആൻഡ് ടെൽസ് ഹിം ദാറ്റ് ഹീ ഈസ് ദ ഓൺലി വൺ സൊലേസ് ആൻഡ് ട്രസ്റ്റ്ഫുൾ പേഴ്സൺ ഇൻ ഭൂപതീസ് ലൈഫ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു സാമ്പത്തിക നഷ്ടത്തിൽ വളരെയധികം ആഘാതം, ഭയങ്കരമായിട്ടുള്ള കഠിനമായ ഒരു ആഘാതം ഉണ്ടാകുന്നു നമ്മുടെ ഭൂപതിക്ക്. ഭൂപതി ഈ കാര്യം അമലിനോട് പറയുന്നു, എനിക്ക് നിന്നെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ വിശ്വസിച്ച ഉമ്മപാദനും ഭാര്യയും എന്നെ ചതിച്ചിട്ട് പോയി. ഇനി നീ മാത്രമാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരേ ഒരാളെന്ന് പറഞ്ഞ് അമലിനോട് തൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. ആൻഡ് അമൽ ഫീൽസ് ദ ഗിൽറ്റ് ഓഫ് ബിട്രേയിങ് ഹിസ് കസിൻ. ഈ സമയത്ത് ഭൂപതിയുടെ ഭാര്യ ചാരുലതയ്ക്ക് തന്നോടുള്ള പ്രണയം അമലിൻ്റെ മനസ്സിൽ നീറുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ സമയത്ത് വീണ്ടും കുറ്റബോധം തോന്നുന്നു. ഭൂപതി പറയുന്നു, എനിക്ക് നിന്നെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ, നീ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തി എന്ന് പറയുന്ന സമയത്ത് അമലിന് ആ ഒരു വിശ്വാസ വഞ്ചന കാണിക്കുന്നതിൽ കുറ്റബോധം തോന്നുന്നു. ആൻഡ് ഹി നൗ ഫീൽസ് അൺകംഫർട്ടബിൾ വിത്ത് ദ ഹൈ ഇൻ്റലക്റ്റ് ഓഫ് ചാരുലത. ആ ഒരു ചാരുലതയുടെ ആ ബുദ്ധി ഒക്കെ സഹിക്കാവുന്നതിനപ്പുറമാവുന്നു. അതായത് അവളുടെ ആ ഒരു സാമീപ്യം തന്നെ ഇവന് അരോചകമായി തോന്നുന്നു. അതായത് കുറ്റബോധം കൊണ്ട് ആ ഒരു ഇറിറ്റേഷൻ സംഭവിക്കുന്നു. ആൻഡ്
It was he who forced her to write, but now he forbids her to stop writing. ചാരുലതയെ പബ്ലിഷ് ചെയ്യണം, അതായത് എഴുതണം, വീണ്ടും വീണ്ടും എഴുതി കൃതികൾ പബ്ലിഷ് ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്നത് അമലാണ്. പക്ഷേ പിന്നീട് അമൽ അവളോട് പറയുന്നു, നീ ഇനി പബ്ലിക്കേഷൻ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നീ എഴുതാൻ പാടില്ല, നീ ആ ഒരു കലാസൃഷ്ടി നടത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നു. ആൻഡ് ഹീ ലെഫ്റ്റ് ദ പ്ലേസ് അൺഅനൗൺസ്ഡ്, ലീവിങ് എ ലെറ്റർ ഫോർ ഭൂപതി. ഈ സമയത്ത് ചാരുലതയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പേരിലുള്ള കുറ്റബോധം ഒരറ്റത്ത്, അതേപോലെ തന്നെ ഭൂപതിയെ ഫേസ് ചെയ്യാൻ കഴിയാത്ത ആ ഒരു കുറ്റബോധവും, ഇത് രണ്ടും കൂടി സഹിക്കാൻ കഴിയാതെ അമൽ അവിടെ നിന്നും ആരോടും പറയാതെ പോകുന്നു. പക്ഷെ പോകുന്നതിന് മുൻപ് ഭൂപതിക്ക് ഒരു കത്ത് അവിടെ എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. ആൻഡ് ചാരു കനോട്ട് ടോളറേറ്റ് ദ ആബ്സെൻസ് ഓഫ് അമൽ ആൻഡ് സീം ഹാർട്ട് ബ്രോക്കൺ ദോ ട്രൈസ് ടു ഹൈഡ് ഹർ ഡിസപ്പോയിൻമെൻറ്റ്. ഈ സമയത്ത് അമൽ അവിടെ നിന്ന് പോകുന്നത്, അമലിൻ്റെ ആ ഒരു അഭാവം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചാരുലതയാണ്. ഹൃദയം തകർന്നവളെ പോലെ അവൾ കരയാൻ തുടങ്ങുന്നു അവിടുന്ന്. അതോടൊപ്പം തന്നെ അവളുടെ നിരാശ അവളെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ തന്നെയും അവളുടെ ആ ഒരു ഹൃദയ തകർച്ച കാണാൻ സാധിക്കുന്നു. ആൻഡ് ഭൂപതി എൻറ്റേഴ്സ് ദ റൂം ആൻഡ് റിയലൈസസ് ദ ഫീലിംഗ് ഓഫ് ചാരു ഓവർ അമൽ. പെട്ടെന്ന് ഈ സമയത്ത് റൂമിലേക്ക് കയറി വരുന്ന ഭൂപതി തൻ്റെ ഭാര്യ ഹൃദയം തകർന്നിരിക്കുന്നത് കാണുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു തകർച്ചയ്ക്കുള്ള കാരണം അമൽ അവിടുന്ന് പോയതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ആൻഡ് ഹീ ഫെൽറ്റ് ഹാർട്ട് ബ്രോക്കൺ, ഷോക്ക്ഡ് ആൻഡ് ലോസ്റ്റഡ്. ഈ സമയത്ത് തൻ്റെ ഭാര്യയും അമലും തമ്മിലുള്ള ആ ഒരു ബന്ധം തിരിച്ചറിയുന്ന ഭൂപതി ഹൃദയം തകർന്നവനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെയായി മാറുന്നു ആ സമയത്ത്. ആൻഡ് ഹീ ഗോസ് ഔട്ട് ആൻഡ് വാണ്ടേഴ്സ് എയിംലെസ്ലി ഇൻ ഹിസ് കാരേജ്. അങ്ങനെ ആ ഒരു കാഴ്ച കാണുന്ന ഭൂപതി പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ തൻ്റെ വണ്ടിയിൽ അദ്ദേഹം യാതൊരു ലക്ഷ്യവും ഇല്ലാതെ ചുറ്റിത്തിരിയുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ഹി റിട്ടേൺസ് ടു ചാരു. അവസാനം അദ്ദേഹം കുറേ കറങ്ങിയതിന് ശേഷം തിരിച്ച് ചാരുലതയുടെ അടുത്തേക്ക് തന്നെ വരുന്നു. പക്ഷേ ബോത്ത് ഓഫ് ദം സ്ട്രെച്ച്ഡ് ദെയർ ഹാൻഡ്സ് ബട്ട് കുഡിൻറ്റ് ഹോൾഡ്. രണ്ടുപേരും തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നു. തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി കൈകൾ പരസ്പരം വീണ്ടും ഒന്നിക്കാൻ വേണ്ടി കൈകൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത്, കൈകൾ നീട്ടുന്ന സമയത്ത് ഇറ്റ് കീപ്സ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദം. അവരുടെ ആ കൈകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതായത് ഭൂപതി തൻ്റെ ഭാര്യയെ വേണ്ട പരിഗണന കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, തൻ്റെ ഭാര്യയോടൊപ്പം ചെലവഴിക്കാനുള്ള സമയം അദ്ദേഹം കണ്ടെത്തുന്നില്ല. അങ്ങനെയുള്ള ഭർത്താവിനെ ചാരുലതയ്ക്കും സഹിക്കാൻ കഴിയുന്നില്ല. ആ ഒരു വേർതിരിവ്, ആ ഒരു ഗ്യാപ്പ് അവിടെ കാണുന്നു. ആൻഡ് സത്യജിത്ത് റേ ലീവ്സ് ദ എൻഡ് ടു ദ റീഡേഴ്സ് ചോയ്സ്. അവിടെ ലാസ്റ്റ് ഭാഗത്ത് സത്യജിത്ത് റേ ആ ഒരു വായനക്കാർക്ക് വിടുകയാണ്. അതിൻ്റെ ക്ലൈമാക്സ് എന്താകും അത് വായനക്കാർക്ക് വിടുന്നു. അതായത് അവർ ഒന്നിക്കുമോ ഇല്ലയോ എന്നുള്ള, പക്ഷേ അവർ ഒന്നിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ആ ഒരു ഡിസിസീവ് മൊമെൻറ്റിലാണ് ആ സിനിമ അവസാനിക്കുന്നത്. രണ്ടുപേരും കൈകൾ നീട്ടുന്നു, ഷേക്കാൻ കൊടുക്കാനായിട്ട് രണ്ടുപേരും കൈകൾ നീട്ടുന്ന സമയത്ത് അതിനിടയിൽ ഒരു ഗ്യാപ്പ്, ആ ഒരു സ്ട്രെച്ചിങ്ങിൽ അവിടെ നിൽക്കുകയാണ്. അത് രണ്ടുപേരും ആ കൈകൾ തമ്മിലുള്ളിടത്ത് ഒരു ഗ്യാപ്പ് കാണുന്നു. സോ ആ ഒരു റീകൺസിലിയേഷൻ എന്നുള്ളത് അവിടെ നടക്കുമോ ഇല്ലയോ എന്ന ആ ഒരു ഗ്യാപ്പിലാണ്, ആ ഒരു ഡിസിസീവ് മൊമെൻറ്റിലാണ് ആ ഒരു സിനിമ അവിടെ അവസാനിക്കുന്നത്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ചാരുലത എന്ന ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. പിന്നീട് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്, ചാരുലത അതിന് മീനിങ് എന്താണ്, ആ കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നീട് വാട്ട് ഈസ് ദി ഡിഫറൻസ്, അല്ലെങ്കിൽ ദ ഡോമിനേഷൻ ഓഫ് പാട്രിയാർക്കൽ സൊസൈറ്റി. ഇവിടെ ഭൂപതി എന്ന ആ ഒരു പുരുഷൻ്റെ ആധിപത്യത്തിലാണ് ചാരുലത താമസിക്കുന്നത്. പക്ഷേ അവൾക്ക് ഒരുപാട് ബുദ്ധിയുള്ളവളാണ്, അതേപോലെ തന്നെ സുന്ദരിയാണ്. പക്ഷേ അവൾക്ക് ആ ഒരു പുറംലോകവുമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. അതോടൊപ്പം തന്നെ ഷീ ഹാസ് എ ലോട്ട് ഓഫ് സെർവൻസ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ മറ്റ് ജോലികളും ഒന്നും ചെയ്യുന്നില്ല. സോ ഷീ ഫീൽസ് ബോർഡം. ആ കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നീട് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് അമൽ, അതേപോലെ തന്നെ റിലേറ്റീവ്സ്. ഇവിടെ എൽഡർ ബ്രദർ, ചാരുലതയുടെ ബ്രദറായിട്ടുള്ള ഉമ്മപാദൻ ആൻഡ് മാൻഡ, ഇവരുടെ ആ ഒരു ഹസ്ബൻഡ് വൈഫുമാണ് അവർ. അവരുടെ ആ ഒരു റിലേഷനും ഒക്കെ ചോദിക്കാം. ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.